ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഒമാന്, എത്യോപ്യ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കുന്നു. ഓരോ കാര്യങ്ങളും കൃത്യമായി കൂട്ടിക്കിഴിച്ച് ശരിയായ ആസൂത്രണത്തോടെ നടപ്പാക്കുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അത് നമുക്കിപ്പോൾ തെളിഞ്ഞു വരുന്നു. ഇപ്പോൾ എത്യോപ്യയുമായിട്ട് നമ്മൾ കൂടുതൽ സൈനിക സാമ്പത്തിക കരാറുകളിലേക്ക് ഒപ്പുവെച്ചു. ജോർദാനിലെ രാജാവുമായിട്ട് ചേർന്ന് ഒന്നിച്ച് ഒരേ കാറിൽ സഞ്ചരിക്കുന്നു. ജോർദാനിലെ ഭരണാധികാരി ഡ്രൈവ് ചെയ്യുന്നു, അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രണ്ട് സീറ്റിലിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ രാജ്യങ്ങളുമായിട്ട് കൂടുതൽ നയതന്ത്ര ബന്ധങ്ങൾ ഇന്ത്യ മെച്ചപ്പെടുത്തുന്നുണ്ട്. ഇതിന് മറ്റ് ചില കാര്യങ്ങളുണ്ട്. കാരണം തുർക്കി പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ ചില തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നു. ഇവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സൗദി അറേബ്യയും UAEയും അടക്കമുള്ള ചില ഗൾഫ് രാജ്യങ്ങൾ പ്രത്യക്ഷത്തിൽ രംഗത്ത് വരുന്നു. അതായത് ഇന്ത്യയിൽ നിന്നുള്ള സിനിമകൾ തുടർച്ചയായി നിരോധിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രകോപനം സൃഷ്ടിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്ന് പറയുന്ന മുസ്ലിം രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അതിനെ കൺട്രോളിൽ നിർത്താനായിട്ട് തുർക്കി പല ശ്രമങ്ങളും നടത്തുന്നു. അപ്പോൾ സൗദിക്കുള്ള മേധാവിത്വം തട്ടിത്തകർത്തുകൊണ്ട് പഴയ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ നിഴൽ സൃഷ്ടിക്കാനായിട്ട് തുർക്കിയുടെ ഭരണാധികാരിയായ തൊയ്ബ് എർദോഗൻ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിക്കുമ്പോൾ പാക് സൈന്യാധിപനായ അസിം മുനീർ അതിനോട് ചേർന്ന് നിൽക്കുന്നു. അമേരിക്ക പിന്തുണ നൽകുന്നു. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ? ഇന്ത്യയിൽ നിന്ന് ദേശത്തെ സ്നേഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ രാജ്യത്തിന് നേരെ പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണങ്ങളുടെ യഥാർത്ഥ സംഭവങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി സിനിമകൾ ചിത്രീകരിച്ചാൽ അതിന് തുടർച്ചയായിട്ടുള്ള നിരോധനം ഏർപ്പെടുത്തുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. ഇപ്പോൾ ദുരന്തർ എന്ന് പറയുന്ന ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ഇന്ത്യൻ സിനിമ പോലും ഈ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും നിരോധിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വിനോദ ഉപാധി എന്നതിനപ്പുറത്തേക്ക് ഒരു സോഫ്റ്റ് പവറാണ് സിനിമ. അതായത് നമ്മുടെ രാജ്യത്തെ കഥയും വീക്ഷണങ്ങളും ഒക്കെ തന്നെ ശരിയായ രീതിയിൽ ലോക ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു മാർഗം. ഇപ്പോൾ അമേരിക്ക CIA അല്ലെങ്കിൽ അമേരിക്കൻ ആർമിയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് തുടർച്ചയായിട്ട് സിനിമകൾ ഇറക്കും. എന്നിട്ട് ലോകത്തോട് പറയും, ഞങ്ങളാണ് നിങ്ങളെ രക്ഷിക്കാനുള്ളത്, CIAയും US ആർമിയും ഒന്നും ഇല്ലെങ്കിൽ ലോകം തകർന്നു. ഈ രീതിയിൽ നരേറ്റീവ് ഉണ്ടാക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ്റെ കള്ളക്കളി, നമ്മുടെ നാട്ടിലെ യഥാർത്ഥ വീക്ഷണങ്ങൾ ഇതിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കഥകൾ മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ വളച്ചൊടിച്ച് ലോകത്തിന് മുമ്പിൽ എത്തിക്കും മുമ്പ് നമ്മൾ അവതരിപ്പിക്കണം. ഇതാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ ഇതിന് ഗൾഫ് രാജ്യങ്ങൾ അനുമതി നൽകുന്നില്ല. അത്തരം രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നടപടി സ്വീകരിക്കാം. മറ്റ് രാജ്യങ്ങൾക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ വിവാദമുണ്ടാക്കുന്ന സിനിമകളെല്ലാം നിരോധിക്കണം. ഇവിടെ പാകിസ്ഥാൻ്റെ സിനിമകൾക്ക് കുഴപ്പമില്ല. പാകിസ്ഥാൻ എല്ലായ്പ്പോഴും ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്തി ഇന്ത്യൻ ഏജന്റുമാർ അവരുടെ സ്ഫോടനം ഉണ്ടാക്കുന്നു എന്ന് വ്യാഖ്യാനിക്കുന്ന സിനിമകളാണ് തയ്യാറാക്കുന്നത്. അതിനൊരു കുഴപ്പവുമില്ലാതെ പിന്തുണ നൽകുന്നു. എന്തുകൊണ്ട്? ഈ തുർക്കി പാകിസ്ഥാന് സഹായമൊക്കെ ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷനെ പിന്തുണയ്ക്കുന്നു. അതുകൊണ്ട് UAEയും സൗദിയും അടക്കമുള്ള രാജ്യങ്ങളും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ഒരുപോലെ മുമ്പോട്ട് വന്നാൽ ആ രാജ്യങ്ങൾ പാകിസ്ഥാൻ്റെ കൈപിടിക്കും. കാരണം ആണവ ആയുധമുള്ള രാജ്യം എന്ന നിലയിൽ പാകിസ്ഥാനുമായിട്ട് കൂടുതൽ എടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഒരാവശ്യം വന്നാൽ പാകിസ്ഥാൻ സഹായിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. അതുകൊണ്ട് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ചില തന്ത്രപരമായ സൈനിക ഉടമ്പടികൾ നേരത്തെ ഒപ്പുവെച്ചു. നാറ്റോ മോഡൽ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്താൽ സൗദി കയറി ഇടപെടും, സൗദി ആക്രമിച്ചാൽ പാകിസ്ഥാൻ ഇടപെടും. ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കും. എന്തിനു വേണ്ടിയിട്ട്? അതായത് മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള രാജ്യങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ ഒരു അജണ്ടയായിട്ട് മാറുന്നത്. അത് പ്രത്യക്ഷമായി വരുന്നു. ഇപ്പോൾ മാലിദ്വീപ് നമ്മളെക്കാൾ എത്രയോ ചെറിയ രാജ്യമാണ്, സാമ്പത്തികമായി പിന്നോക്കമാണ്. പക്ഷേ ഇന്ത്യയെ കാണുന്നത് പോലെയല്ല മാലിദ്വീപിനെ ഈ ഗൾഫ് രാജ്യങ്ങൾ കാണുന്നത്. അപ്പോൾ മുസ്ലിം പോപ്പുലേഷനെ വെച്ചിട്ട് ഇത്തരം ഒരു വേർതിരിവ് നടത്തുന്നത് ഇന്ത്യ എതിർക്കേണ്ട ഒരു സമയം കഴിഞ്ഞു. കാരണം ലോകത്ത് ഏറ്റവും അധികം മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ ഇന്ത്യ വളരെ മുന്നിലാണ്. ഏതാണ്ട് 20 കോടിയിലധികം ജനങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ലോകത്തെ മൊത്തം മുസ്ലിം പോപ്പുലേഷൻ്റെ 10.9% ആളുകളും ഇന്ത്യയിലാണ് താമസിക്കുന്നത്. പക്ഷേ നമ്മളൊരു മതേതര രാജ്യം എന്ന നിലയിൽ അവരെല്ലാം ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം മുസ്ലിം രാജ്യങ്ങളുടെയൊക്കെ അവകാശം ഉറപ്പാക്കുന്ന സൗദി അറേബ്യയേക്കാൾ അല്ലെങ്കിൽ തുർക്കിയേക്കാൾ കൂടുതൽ മുസ്ലിം വംശത്തിൽപ്പെട്ട ആളുകൾ ഇന്ത്യയിൽ താമസിക്കുന്നു. എന്നിട്ടും ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്കുള്ളിൽ പാകിസ്ഥാൻ ചിത്രങ്ങളെ പ്രദർശിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ നെറേറ്റീവുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ സത്യം പറയുന്ന സിനിമകളുമായിട്ട് വരുമ്പോൾ തന്നെ അതിനെ പ്രതിരോധിക്കാൻ പാകിസ്ഥാനുമായിട്ട് ചേർന്ന് സിനിമാ നിർമ്മാണത്തിലേക്ക് പോലും തുർക്കി കടക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ മുതൽ തുർക്കിയുടെ നിലപാട് ഇന്ത്യക്കെതിരാണ്. ഇന്ത്യയെ ചൊറിയുക അവരുടെ ഒരു അജണ്ടയാണ്. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഇന്ത്യ ചെയ്യാൻ തീരുമാനിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇസ്രയേലുമായിട്ട് ഇന്ത്യ വമ്പൻ പ്രതിരോധ കരാറുകളിലേക്ക് നീങ്ങാൻ പോകുന്നു. ഇസ്രയേൽ ടെക്നോളജി ഇന്ത്യക്ക് കൈമാറാനായിട്ട് അവർ തീരുമാനിച്ചു.
പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു പുതുവർഷത്തിൽ ഇന്ത്യ സന്ദർശിക്കും. അങ്ങനെ ഇസ്രായേലിന് വേണ്ടി ആയുധങ്ങൾ പോലും നിർമ്മിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇനി ഇന്ത്യ മാറാൻ പോവുകയാണ്. നിലവിൽ ഇന്ത്യ ഇസ്രായേലിൽ നിന്നാണ് ആയുധങ്ങളൊക്കെ വാങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ സൈനിക കാര്യത്തിൽ വളരെ മുന്നേറിയതോടുകൂടി ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ കാണിച്ച സ്ട്രാറ്റജി ഇഷ്ടപ്പെട്ടതോടുകൂടി ഇസ്രായേൽ നമ്മളുമായിട്ട് കൂടുതൽ കൈകോർക്കുകയാണ്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്ത് പാകിസ്ഥാന് നേരെ ഇസ്രായേലിൻ്റെ ആയുധവും റഷ്യയുടെ ആയുധവും നമ്മുടെ സ്വന്തം ആയുധങ്ങളുമൊക്കെ മാറി മാറി ഉപയോഗിച്ചു. ഇതൊരു പുതിയ തന്ത്രമായിട്ട് തന്നെ ഇസ്രായേൽ വിലയിരുത്തുന്നു. അതുകൊണ്ടാണ് 1 കോടിയോളം ജനസംഖ്യയുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് കൂടുതൽ കമ്പനികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാനായിട്ട് അവർ പ്രേരണ നൽകുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പോലെയുള്ള കമ്പനികൾ ഇപ്പം റഷ്യൻ സാങ്കേതികവിദ്യ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ വിമാന എഞ്ചിൻ പോലും നിർമ്മിക്കുക. അതായത് 5ാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിനായ ഇസ്ഡലിയസ് 177S എന്ന് പറയുന്ന എഞ്ചിൻ്റെ സാങ്കേതിക വിദ്യയാണ് നമുക്ക് കൈമാറിയത്. അങ്ങനെ റഷ്യയുമായിട്ട് ഇസ്രായേലുമായിട്ടൊക്കെ നമ്മൾ വലിയ കൂട്ടായ്മ സൃഷ്ടിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ ഒമാൻ, ചില ഗൾഫ് രാജ്യങ്ങൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ജോർദാൻ, ഈ രാജ്യങ്ങളിലേക്കൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി പോവുകയാണ്. അവിടുത്തെ ഭരണാധികാരി വാഹനം ഓടിക്കുന്നു, ഫ്രണ്ട് സീറ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഇരുത്തുന്നു. അപ്പോൾ ബന്ധങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനുശേഷം എത്യോപ്യയിലേക്ക് പോയി. എത്യോപ്യ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. ഈ ആഫ്രിക്കൻ രാജ്യം എന്ന് പറയുന്നത് ഒരു കാലത്ത് ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ കോളനികളായിരുന്നു. ഇന്ത്യയും അതുപോലെയാണ്. പക്ഷേ ഇന്ത്യ അതിനേക്കാൾ മുമ്പ് സ്വാതന്ത്ര്യമൊക്കെ നേടി പുറത്തു വന്നു. അതുകൊണ്ട് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് കണ്ടുകൊണ്ട് നമ്മളോട് ആരാധന തോന്നുന്ന ഒരു രാജ്യമാണ് ഈ എത്യോപ്യ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കവാടം. ആ എത്യോപ്യൻ ഭരണാധികാരി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചേർത്ത് പിടിക്കുന്നു, ഒരുമിച്ച് ഒരേ കാറിൽ സഞ്ചരിക്കുന്നു. കൂടാതെ അവിടുത്തെ പല സാധനങ്ങളും നമുക്ക് തരാമെന്ന് ഒപ്പിടുന്നു കരാറിൽ. എന്തൊക്കെ? മിനറൽസ്, മെറ്റൽസ്, റെയർ എർത്ത്, ഗോൾഡ് തുടങ്ങിയ അപൂർവ ധാതുക്കളൊക്കെ തന്നെ ഇന്ത്യക്ക് കൈമാറാം. ഈ ധാതുക്കൾ കിട്ടാൻ വേണ്ടി എപ്പോഴും ആഫ്രിക്കയെ തമ്മിലടുപ്പിക്കുന്ന പരിപാടിയാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ചെയ്തു വന്നിരുന്നത്. പക്ഷേ മോദി അങ്ങനെയല്ല ചെയ്തേ. ഇരു രാജ്യങ്ങൾക്കും തുല്യ പങ്കാളിത്തമുള്ള, തുല്യ ലാഭവിഹിതം കിട്ടുന്ന ഒരു സ്ട്രാറ്റജിക് പാർട്ണറായിട്ട് നമ്മൾ മാറ്റുകയാണ്. എത്യോപ്യ എന്ന് പറയുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും പ്രധാന പ്രതിനിധികളൊക്കെ അവിടെ ഉണ്ടാകും. അവരുമായിട്ടൊക്കെ മോദി കൂടിക്കാഴ്ച നടത്തും. എന്തിന്? എത്യോപ്യയുടെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരം ഇപ്പോൾ മോദിക്ക് നൽകി. അങ്ങനെ എത്യോപ്യയെ കൂടെ നിർത്തിക്കൊണ്ട്, ജോർദാനെ കൂടെ പിടിച്ചുകൊണ്ട്, ഒമാനെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഭീഷണിയെ അതിജീവിക്കും. ഒപ്പം റഷ്യയും ഇസ്രായേലിനെയും നമ്മൾ കൂടെ നിർത്തും. കാരണം റഷ്യ നമ്മുടെ എത്രയോ കാലമായിട്ടുള്ള സുഹൃത്താണ്. ഇസ്രായേലും കഴിഞ്ഞ കുറേ കാലമായിട്ട് ആയുധങ്ങൾ വാങ്ങുന്നതിലും നൽകുന്നതിലും ടെക്നോളജി ഷെയർ ചെയ്യുന്നതിലും ഒക്കെ തന്നെ വലിയൊരു പങ്കാളിയായിട്ട് മാറുന്നുണ്ട്. ഒരു പക്ഷേ പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാൽ ചൈനയും അമേരിക്കയും ഒക്കെ മാറി നിന്ന് കളി കാണും. അവർക്ക് ആയുധവും കൊടുക്കും, ഡീപ് സ്റ്റേറ്റ് പോലും അവരെ സഹായിക്കും. പക്ഷേ റഷ്യയും ഇസ്രായേലൊന്നും അങ്ങനെയല്ല. അതുപോലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം നമ്മൾ ദൃഢമാക്കുന്നു. ചൈന പോലും ആഫ്രിക്കൻ രാജ്യങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഘാനയിലും നമീബിയയിലും ട്രിനിഡാഡ് ആൻഡ് ടുബാഗോയിലും ഒക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി ചെന്നപ്പോൾ അവിടുത്തെ ധാതുക്കൾ പോലും ഇന്ത്യക്ക് തരാനുള്ള കരാറിൽ അവർ ഒപ്പുവെച്ചത്. അപ്പോൾ ഇന്ത്യയുടെ ഈ നീക്കം എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ കാണുക എന്നുള്ളതാണ്. അവിടെയാണ് തുർക്കിയുടെ നിർബന്ധപ്രകാരം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു കൂട്ടം മുസ്ലിം രാജ്യങ്ങൾ ചേർന്ന് ഇന്ത്യക്കെതിരായിട്ടുള്ള ചില പ്രൊപ്പഗണ്ടകൾ സൃഷ്ടിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യൻ സിനിമകളെ പോലും നിരോധിക്കുന്നു. അപ്പോൾ നമ്മുടെ ദേശസ്നേഹം വെളിവാക്കുന്ന സിനിമകളൊക്കെ തന്നെ പ്രദർശിപ്പിക്കുമ്പോൾ ഈ പാക് തീവ്രവാദികളെ ഇരകളായി ചിത്രീകരിക്കാൻ ചിലർ ശ്രമിക്കുന്നു. കാരണം ഇന്ത്യയിലെ മുസ്ലിം വംശജരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേദനിക്കുമെന്ന് പറഞ്ഞാൽ. എന്നാൽ ഇനി അങ്ങനെ വേണ്ട. യഥാർത്ഥത്തിൽ കശ്മീരിൽ, അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പാകിസ്ഥാൻ നടത്തുന്ന നുഴഞ്ഞുകയറ്റം, അവരുടെ ഭീകരപ്രവർത്തനം, ഇതിനെയൊക്കെ തുറന്നു കാട്ടുന്ന സിനിമകൾ എടുക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അത് ലോക വേദികളിൽ പ്രദർശിപ്പിക്കാനുള്ള നീക്കം ഇന്ത്യ സ്ട്രോങ് ആയിട്ട് നടത്തും. ഇന്നല്ലെങ്കിൽ നാളെ പാകിസ്ഥാൻ വീണ്ടും നമ്മുടെ ശത്രുപക്ഷത്തേക്ക് വരികയും നമ്മളെ ആക്രമിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തേക്കാം. കാരണം തുർക്കി ആയുധമൊക്കെ കൊടുക്കുന്നു. അവർ ഒരു ആണവ രാജ്യവുമാണ്. ഡീപ് സ്റ്റേറ്റും ചൈനയും ഒക്കെ പരോക്ഷമായി പിന്തുണച്ചാൽ വീണ്ടും ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ നീക്കം നടത്താം. അതുകൊണ്ട് കൂടുതൽ സൗഹൃദങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്നു. നിലവിൽ ഫ്രാൻസുമായിട്ട് സഹകരിച്ച് ചില ടെക്നോളജിയൊക്കെ കൈമാറി ആയുധ നിർമ്മാണത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ജർമ്മനിയും UK നമ്മളെയുമായിട്ട് സഹകരിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ഗൾഫ് രാജ്യങ്ങൾ അതിനെ പിന്തുണച്ച് ഇന്ത്യക്കെതിരായുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്താൽ
പ്രത്യക്ഷത്തിൽ ഇന്ത്യ ഇസ്രായേലിനെയും റഷ്യയും ഒക്കെ കൂട്ടുപിടിച്ചുള്ള മറുപണി ആരംഭിക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. അത്തരത്തിലുള്ള നീക്കം നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വന്ന് ചില ഉടമ്പടികളിൽ ഒപ്പിട്ടത്. ഇനി പുതുവർഷത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിലേക്ക് വരുന്നു. ഒപ്പം തന്നെ ആഫ്രിക്കയിലെ ചെറു ചെറു രാജ്യങ്ങളെപ്പോലും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യ കൃത്യമായ പ്രതിരോധം തീർത്തുകൊണ്ട് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ വേണമെങ്കിൽ വെല്ലുവിളിക്കുകയാണെന്നും പറയാം.